വയനാട്ടിൽ ലഹരിമരുന്ന് പരിശോധനയ്ക്കിടെ എക്സൈസ് ഉദ്യോഗസ്ഥനെ വാഹനമിടിച്ചു വീഴ്ത്തി. സിവിൽ എക്സൈസ് ഓഫീസർ ജെയ്മോന് നേരെ ആക്രമണമുണ്ടായത് ബാവലി ചെക്ക് പോസ്റ്റിൽ വെച്ചായിരുന്നു. തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിലാണ്. ഇന്നലെ രാത്രിയാണ് ബാവലി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. അതിനിടയിൽ സ്ഥിരം ലഹരികടത്ത് സംഘത്തിലൊക്കെ പ്രതിയായിട്ടുള്ള ഒരാളുടെ വാഹനം കണ്ട് പോലീസ് കൈ കാണിച്ച് നിർത്തുകയായിരുന്നു. പക്ഷേ ഇയാൾ വാഹനം നിർത്തിയില്ല എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥന് നേരെ ജെയ്മോൻ എന്ന സിവിൽ എക്സൈസ് ഓഫീസർക്ക് നേരെ വാഹനം ഇടിച്ചു വീഴ്ത്തുകയും അദ്ദേഹം നിലത്ത് വീഴുകയും ചെയ്തു. തറയിലിടിച്ച് വീണതിനാൽ തന്നെ, റോഡിടിച്ച് വീണതിനാൽ തന്നെ അദ്ദേഹത്തിന് സാരമായ പരിക്കുണ്ട്. 3 പല്ലുകൾ നഷ്ടമായി, താടി എല്ലിന് പരിക്കേറ്റു. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ വയനാട് വിംസ് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തേടിയിരിക്കുകയാണ്. ഇനി ഇത് സ്ഥിരം ലഹരിമരുന്ന് കടത്ത് കേന്ദ്രമായ സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നടക്കം പലയിടങ്ങളിൽ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലഹരി കടത്തുന്നത്, ഈ വയനാട് വഴി ഉള്ള ലഹരി കടത്ത് നടത്തുന്നത് പല സ്ഥലങ്ങളിലും ബാവലി വഴിയാണെന്ന് നമ്മൾ കണ്ടതാണ്. ഈ പ്രതിയെയും മുൻപ് ലഹരി കടത്തിന് എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളതാണ്. 5 മൈൽ സ്വദേശി ഹൈദറാണ്. ഇയാളെയും ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്.